എന്താ വിശേഷം? മിസ് പ്രിയമതി ഒന്ന് കാണണം. പ്രിയമതിയോ? അതെ. അങ്ങനെ ഒരു പേരുകാരി ഇവിടെ ഇല്ലല്ലോ. മിസ് പ്രഭാവതി ഉണ്ടോ? അങ്ങനെയും ഒരാൾ ഇവിടെ ഇല്ല. മിസ് കലാവതിയോ? നിങ്ങൾക്ക് ഈ പേരെല്ലാം എവിടുന്ന് കിട്ടി? ഈ പേരുകാർ ആരും തന്നെ ഇവിടെ താമസമില്ല. എക്സ്ക്യൂസ് മീ. എന്തിനാ ഇവരെയൊക്കെ അന്വേഷിക്കുന്നത്? ഒരു ചെറിയ കാര്യമുണ്ടായിരുന്നു. ശല്യപ്പെടുത്തിയിൽ ക്ഷമിക്കണം. എക്സ്ക്യൂസ് മീ, റൂമുണ്ടോ ഇവിടെ? രാജനല്ലേ? അതെ. എന്നെ അറിയുമോ? ഓ ഗീത, നിങ്ങളിവിടെ? എനിക്ക് ഇവിടെയാണ് ജോലി. ഞാൻ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണ്. ഓഹോ, വളരെ സന്തോഷം. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ നാട്ടിൽ നിന്നും വരികയാണ്. ഇവിടെ 2-3 ദിവസം താമസിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ഡബിൾ റൂം കിട്ടിയിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. തൽക്കാലം 2 സിംഗിൾ റൂം തരാം സാർ. ഡബിൾ റൂം ഒഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റാം. അതുപോലെ ഡബിൾ ആയാലും സിംഗിൾ ആയാലും എനിക്കൊന്ന് കിടന്നാൽ മതി. നിങ്ങളെ താക്കോൽ തരണം. ബോയ്, ആ 8ഉം 16 തുറന്നോളൂ. അയ്യോ, അത് തമ്മിൽ ഭയങ്കര ദൂരമില്ല സാർ. അത് സാരമില്ല സാർ, നല്ല സൗകര്യമുള്ള മുറികളാണ്. കൂടുതൽ എന്ത് സൗകര്യം വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം മതി. സാർ, ലഗേജ് ലഗേജോ? ഉള്ള ലഗേജ് കൊണ്ട് എന്നോട് യാത്ര ചെയ്യാൻ പെടുന്ന പാട് നിങ്ങൾ ആ മുറി ഒന്ന് കാണിച്ചത്. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ ഈ മുറിയിൽ താമസിച്ചോളൂ. വേണ്ട സാർ, ഞാൻ 16 താമസിച്ചു. ഇവിടെ തകരണം. ക്ഷമിക്കണം സാർ, ആണി പോയതാണ്. 9ന്റെ ആണി പോയി. എന്റെ പ്രാണനല്ലേ പോയത്? ആ സ്ത്രീ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഷോ, കാണാൻ കൊള്ളാവുന്ന കാഴ്ചയാണോ ഞാൻ കണ്ടത്? ഇതിപ്പരം എവിടെ വന്നത്? അപ്പുറത്താണ് സാർ. Yes, come in. മിസ്റ്റർ രാജന്റെ അഡ്രസ് എല്ലാം ഒന്ന് വേണമല്ലോ. B.K. രാജൻ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, തൃശൂർ. ഓഹോ, ഇപ്പോൾ ഈ ജോലിയാണോ? അതെ, ഞാൻ കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മദ്രാസിൽ വന്നതാണ്. ആ, നിങ്ങളുടെ കൂടെ ഉള്ളത് ആരാണ്? ഓ, അയാളൊരു പാവം. ഞാൻ മദ്രാസിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി അയാൾ എന്റെ കൂടെ വന്നതാണ്. ആ, അയാളുടെ റൂം കൂടി എന്റെ പേരിൽ എഴുതിക്കൊള്ളു. ഞാൻ അമ്മയും കൂടി ഇവിടെ അടുത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾ വരുന്ന വീട്ടിലേക്ക്. ഇന്ന് എനിക്ക് അല്പം ജോലി തിരക്കുണ്ടല്ലോ. എങ്കിൽ നാളെ വന്നാലും മതി. നിങ്ങളെ കാണുമ്പോൾ അമ്മ അത്ഭുതപ്പെട്ടു പോകും. നാളെ വരുമോ? തീർച്ചയായും. ആ, നാളെ തൂണ് വീട്ടിൽ. എന്താ? ശരി, അങ്ങനെ ആകട്ടെ. അയ്യോ, എന്റെ കുഞ്ഞു സാറേ, ഉണ്ണാതെ വേണമെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കഴിയാം. ഈ മുണ്ടില്ലാതെ കഴിക്കും. എന്താ, എന്ത് പറ്റി? എന്റെ സാറേ, ഇതിൽ ഒരു അക്കിടി പറ്റാനില്ല. വിഷമിക്കാനൊന്നുമില്ല. ഗീത എന്റെ ഒരു പഴയ പരിചയക്കാരിയാണ്. എന്നാലും ഒരു പെണ്ണല്ലയോ?
ഉണ്ണിക്കണ്ണൻ ഇങ്ങോട്ട് വരൂ. എങ്കിൽ ഞാൻ പോയേക്കാം. ആ, പറഞ്ഞത് മറക്കരുത്. നാളെ ഊണ് കഴിക്കാൻ തീർച്ചയായും വരാമെന്ന് പറഞ്ഞില്ലേ? താങ്ക് യു. ആ, ഗീത പോയി എഴുന്നേൽക്കും. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയിക്കാനാണ്. പിന്നെ സന്തോഷം. അപ്പൊ ചാപ്പാടായല്ലോ. എന്താ ശാപ്പാട് കഴിക്കാൻ താനും വരുന്നു? എന്റെ പൊന്ന് സാറേ, സ്വർഗത്തിലെ കട്ടുമ്പാവാൻ എനിക്കിഷ്ടമാണ്. സാർ ഒറ്റയ്ക്ക് പോയാൽ മതി. സാറിന് സമ്മതമാണെങ്കിൽ എനിക്കൊരു മുണ്ട് താ. കുളിച്ചിട്ട് മാറി കൊടുക്കാൻ വേറെ മുണ്ടില്ല. ഉടുത്തോണ്ട് വന്ന മുണ്ടെല്ലാം കരിയും പൊടിയായി പോയി. അത്രേ ഉള്ളൂ. ഇതാ 100 രൂപയുണ്ട്. ആവശ്യമുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചോളൂ. മുണ്ട് വാങ്ങിച്ചിട്ട് തന്നെ മേ കാര്യം. കുറച്ച് ദിവസത്തേക്ക് ഒരു കാർ വേണം. ഹോട്ടലിലേക്ക് അയച്ചാൽ മതി. വേണ്ട, ഡ്രൈവർ വേണ്ട. താങ്ക് യു. മിസ്റ്റർ രാജൻ വളരെ മാറിപ്പോയി അല്ലേ? നീ എന്താ വിളിക്കുന്നത്? രാജനെന്നോ? എന്റെ പേര് രാജൻ എന്നാണല്ലോ. എന്നാലും എന്റെ കുഞ്ഞ്, അവൻ അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ? ഓ, രാജേട്ടൻ. അങ്ങനെ മര്യാദയായിട്ട് വിളിക്കണം. രാജൻ രാജൻ പക്ഷെ അടിയങ്ങോട്ട് വെച്ചെന്നാലുണ്ടല്ലോ. ഏതായാലും ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടത് അത്ഭുതമായി. എന്ത് ചെയ്യാനാണോ മോനെ? വയറ്റ് പിഴപ്പിന് വേണ്ടി നാടും വീടും വിട്ട് ഇങ്ങനെ പോരേണ്ടി വന്നു. ഇവിടെ വന്ന് ഇവിടെ കുറച്ച് സംഗീതം പഠിച്ചു. അവസാനം ഈ ജോലി കിട്ടി. ഇതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണെന്ന് വേണം പറയാൻ. സംഗീതം പഠിച്ചതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലേ? ഓ, സംഗീതം പാട്ടുകൊണ്ട് മാത്രം ജീവിക്കാൻ ഒക്കുമോ മോനെ? അവൾ അതൊക്കെ ഇപ്പൊ മറന്നെന്ന് തോന്നുന്നു. അത് പാടില്ല. സംഗീതം ഒരിക്കലും മറന്നുകൂടാ. സ്വന്തം ആത്മസംതൃപ്തിക്ക് വേണ്ടിയെങ്കിലും പാടുന്ന ഒരു രസമല്ലേ? സബാഷ് സബാഷ്. ഗീത ഇത്ര മധുരമായി പാടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. ശബ്ദമുണ്ടാക്കിയാൽ കൊന്നുകളയും. എന്തിനിവിടെ വന്നു? എന്തിനു വന്നെന്ന് വെറുതെ വന്നു. സത്യം പറയണം. സത്യം പറയണം. വന്നിവിടെ ഞാൻ സത്യം പറയാം. പറയൂ. ആ പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ. ഏത് പെണ്ണിനെ? എന്റെ കൂടെ വണ്ടിയിലിട്ടായിരുന്നു പെണ്ണിന്. നീ കാണിച്ചു കൊടുക്കുമോ? കാണിച്ചു കൊടുക്കുമോ? എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ചെയ്തോളാം. എങ്കിൽ നീ ഇന്ന് തന്നെ സ്ഥലം വിടണം. നീ ഒരു പാവമായതുകൊണ്ട് നിന്നെ കൊല്ലാതെ വിടുന്നു. നീ ഇന്ന് തന്നെ പോകുമോ? പൊയ്ക്കൊള്ളാമേ, ഞാൻ ഇന്ന് തന്നെ പൊയ്ക്കൊള്ളാം. എന്നെ കൊല്ലാതെ വിട്ടാൽ മതി. ഞാൻ ഇവിടെ വന്ന വിവരം ആരോടെങ്കിലും പറഞ്ഞു പോയാൽ നിന്നെ ഞാൻ ശബ്ദമൊക്കെ കേട്ടത്. കൊള്ളക്കാർ പറയുന്നുണ്ട് ഞാനില്ലേ, അവരെ ആക്രമിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഒരു പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വല്ലാതെ വിയർത്തിരിക്കുന്നല്ലോ. അത് പിന്നെ ഞാൻ വെള്ളം കോരി ഒഴിച്ചതല്ലയോ. ഏതായാലും നിങ്ങൾ പയറ്റിപ്പടിച്ച് നന്നായി. കൊള്ളക്കാർ കൊള്ളക്കാർ നമ്മളെ പിന്തുടരുന്നുള്ള കാര്യം തീർച്ചയാണ്.
ഇന്ന് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്തുണ്ടായി? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വരട്ടെ. നിങ്ങൾ ഊണ് കഴിച്ചോ? ഇല്ല. എന്നാ പോയി ഊണ് കഴിച്ചോളൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇന്ന് തന്നെ ഇവിടുന്ന് പോയാൽ നിനക്ക് രക്ഷയുണ്ട്, ഇല്ലെങ്കിൽ ചുട്ടുകളെ. ഈ പൂട്ടിയിട്ട മുറിയിൽ ഇയാൾ എങ്ങനെ കയറി? ഇല്ല, നീ ഇവിടെ ഒന്നും രക്ഷയില്ല. എങ്ങനെങ്കിലും നാട്ടിൽ ചെന്ന് പറ്റിയാൽ മതി. പോലീസുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്നാണോ നീ കരുതുന്നത്? നീ എവിടെ പോയാലും അവിടെ എല്ലാം പോലീസുകാരും എത്തും. ഒരിടത്തും നിനക്ക് രക്ഷ കിട്ടുകയില്ല. നീ ചെയ്യാത്തൊരു കുറ്റത്തിന് എന്തിനു നീ വിളിക്കുന്നു? വിളിച്ചാൽ നിന്നെ കൂടുതൽ സംശയിക്കില്ലേ? കൊലപാതകത്തിന് നീ സമാധാനം പറയേണ്ടി വരില്ലേ? ചിന്തിക്കൂ, നീ ഒന്നുകൂടെ ചിന്തിക്കൂ. പോലീസ് എന്നെ പറ്റി എന്ത് വിചാരിച്ചെന്നാലും എനിക്കൊന്നുമില്ല. ഇവന്മാരുടെ കൈ പിടിച്ചാവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എനിക്ക് എന്റെ ഭാര്യയെ കാണണം. എന്ത് പറ്റി സാറേ? എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീടും കുടിയൊക്കെ ഉള്ളതാണ്. ഈ മറുനാട്ടിൽ വന്നാലും ചാവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. നിങ്ങളുടെ മുറി വിളക്ക് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇത്ര പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് തോന്നാൻ കാര്യം? സാറേ, എനിക്ക് ആദ്യം സമയം വേണം സാറേ. എന്തുണ്ടായി പറയൂ, പറയൂ.
പറയൂ, എന്തുണ്ടായി? ഈശ്വരനെ വിചാരിച്ച് എന്നെ കൊലയ്ക്ക് കൊടുക്കരുതേ സാറേ, അത് പറഞ്ഞ് എന്നെ കൊന്നു കളയും. നിങ്ങൾക്ക് യാതൊരു ആപത്തും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്തുണ്ടായി എന്ന് പറയൂ. പറയൂ, നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് ഞാനല്ലേ? അപ്പൊ നിങ്ങളെ രക്ഷിക്കേണ്ട ചുമതലയും എനിക്കില്ലേ? എന്തുണ്ടായി എന്ന് ധൈര്യമായി പറയൂ. സാറിവിടെ വരുമ്പോ അകത്തുണ്ട് ആരെ? ഒരു മുട്ടത്തലൻ. അന്ന് നമ്മുടെ പിന്നാലെ കാറോട്ടിച്ച് വന്നില്ലേ സാറേ, അയാൾ തന്നെ എന്നെ പോലിരിക്കും. എടാ, നീ ആ പെണ്ണിനെ കാണിച്ചു കൊടുക്കൂടാ, കാണിച്ചു കൊടുക്കുമ്പോ നിന്നെ കൊല്ലുകയും എന്നൊക്കെ പറഞ്ഞ് തോക്കും ചൂണ്ടിക്കൊണ്ട് ഇനി വന്നില്ലയോ സാറേ. ഞാൻ ഇന്ന് നാട് വിട്ടോളാന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ അയാൾ കൊന്നില്ല, അല്ലെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു സാറേ. എന്നിട്ട് ഞാൻ വന്നപ്പോൾ എന്നോട് ഇതെല്ലാം പറയാതിരുന്നത്? എങ്ങനെ പറയാനൊക്കും സാറേ? പറയാനായിട്ട് വാ പിടിച്ചാൽ തോക്ക് വായിലോട്ട് അങ്ങ് കയറിയല്ലോ. അങ്ങനെ ആയിടുന്നേല. നമ്മൾ അന്വേഷിച്ചിറങ്ങിയ ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ എന്തിനു വന്നുവെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ധൈര്യമായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലീസിന്റെ സഹായം ഞാൻ എത്തിച്ചു തരും. പിന്നെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? അക്രമികളെ പിടിച്ച് നാം വിട്ടാൽ പിന്നെ ഒളിക്കാൻ സ്ഥലം കാണുകയില്ല. നിങ്ങൾ ധൈര്യമായിരിക്കും. സാർ, ഞാൻ പുറത്തുനിന്ന് വരുമ്പം മുട്ടത്തലനകത്തുണ്ട്. എങ്ങനെ കയറി എനിക്കറിയാൻ പാടില്ല. താക്കോൽ ഇവിടെ വെച്ചിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്നു സാർ. അയാൾ പിന്നെ എങ്ങനെ അകത്ത് കയറി? അത് തന്നെയാണ് എന്റെ ചോദ്യം. എങ്ങനെയാ കയറി സാർ പറ. സാർ, സാർ, ഏതായാലും ഈ മുറി ഇനി എനിക്ക് താമസിക്കാൻ പേടിയാ. ഞാൻ പിന്നെ സാറിന്റെ മുറി താമസിച്ചോളാം. ശരി, അങ്ങനെ ആകട്ടെ. നിങ്ങൾ എന്റെ മുറിയിൽ വന്ന് താമസിച്ചോളൂ. വരൂ. ഈ മുറിയിൽ താമസിക്കാൻ ഭയമൊന്നുമില്ലല്ലോ? സാറും കൂടെ ഉണ്ടെങ്കിൽ താമസിക്കാം. ഒറ്റയ്ക്ക് വലിയ പാടാണ്. ശരി, നിങ്ങൾ ഈ കട്ടിൽ കിടന്നു, ഞാൻ തറയിൽ കിടന്നു. അതുകൊണ്ട് സാറ് കട്ടിൽ കിടന്നുണ്ട്, ഞാൻ തറയിൽ കിടന്നു. അതാണല്ലോ അതിന്റെ ഒരു ന്യായം.